പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ നിർമ്മാർജ്ജനത്തിൽ നാം കേരളീയർ വളരെ പിന്നോട്ടാണല്ലോ. അതിനു നാം നൽകേണ്ടി വന്ന വിലയാണല്ലോ ആമയിൻ ജാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ മടിയൊഴുക്കിൽപ്പെട്ട് മരണപ്പെട്ട ജോയിയുടെ ജീവൻ. ഇനിയും നമ്മൾ കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ അനേകം ജോയിയുടെ ജീവൻ പകരം നൽകേണ്ടി വരും. ഒരർത്ഥത്തിൽ നാം തന്നെയല്ലേ ഉത്തരവാദി? നാം ഓരോരുത്തരും അലക്ഷ്യമായി വലിച്ചെറിയുന്ന ചെറിയ മിഠായി കടലാസ് പോലും നമുക്കു തന്നെ വിനയാകാം. ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി തീരുകയാണ് പ്ലാസ്റ്റിക്. ഉണർന്ന് ആദ്യം ഉപയോഗിക്കുന്ന ബ്രഷ് മുതൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പ്ലാസ്റ്റിക് ഗൂഢകളിലാണ് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്ന മൊബൈൽ ഫോണിന്റെ കേസ്, ചാർജ് എന്നിവ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഏകദേശം 1912 മുതൽ ആണ് നമ്മുടെ ജീവിതം പ്ലാസ്റ്റിക് കൈയടക്കി തുടങ്ങിയത്. അത് വേണ്ടവിധം വേർതിരിച്ച് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ വരും തലമുറയെ ഓർത്തിട്ടെങ്കിലും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക്. യാതൊരു കാരണവശാലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയരുത്. അതിനാൽ കേരള സർക്കാർ രൂപപ്പെടുത്തിയ അഴക് പോലത്തെ സംവിധാനങ്ങൾ നാം ഉപയോഗപ്പെടുത്തണം. ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത് കാലിക്കറ്റ് ഗേൾസ് NSS വോളണ്ടിയർ ഷാരിഫ്.